കേരള എഞ്ചിനീയറിംഗ് പ്രവേശനത്തിൻ്റെ മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. മൂന്നാമത്തെ അലോട്ട്മെൻറ്റിൻ്റെ ജോയിനിങ് ഡേറ്റുകൾ, അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇത് എഞ്ചിനീയറിംഗ് പ്രവേശനത്തിൻ്റെ എൻട്രൻസ് കമ്മീഷൻ നടത്തുന്ന അവസാന അലോട്ട്മെൻറ്റാണ്. ഇനി സ്പോട്ട് അഡ്മിഷനിലേക്കാണ് പോകുന്നത്. ഇന്നത്തെ മൂന്നാം അലോട്ട്മെൻറ്റിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവെക്കുന്നത്. എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനായി കാത്തിരിക്കുന്ന എല്ലാ പ്രിയ വിദ്യാർത്ഥികളും രക്ഷിതാക്കളെയും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യും. കേരള എഞ്ചിനീയറിംഗ് പ്രവേശനത്തിൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ചിലപ്പോൾ കോളേജിൽ നേരിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടാകും. ഒപ്പം തന്നെ ചില കുട്ടികളെങ്കിലും തേർഡ് അലോട്ട്മെൻറ്റിന് ഓപ്ഷൻ നൽകി അപേക്ഷിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തേർഡ് അലോട്ട്മെന്റ് റിസൾട്ട് ഇപ്പോൾ വന്നു കഴിഞ്ഞു. അതിന് ജോയിനിങ് ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 12 ഉച്ചക്ക് 3 മണി വരെയാണ് കോളേജിൽ നിങ്ങൾ നേരിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ട സമയം. നോക്കുക, പുതുതായിട്ട് നേരത്തെ അഡ്മിഷൻ കിട്ടാത്ത ആളുകളാണെങ്കിൽ അവർക്ക് നേരത്തെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ള എന്തൊക്കെ ഡോക്യുമെന്റുകൾ വേണം, എങ്ങനെയൊക്കെയാണ് പ്രവേശനം നേടേണ്ടത് എന്ന് മുൻ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റുകളൊക്കെ റെഡിയാക്കി ഇപ്പോൾ നിങ്ങൾക്ക് പ്രവേശനം ലഭിച്ച കോളേജിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. എന്നാൽ സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഒരു കോളേജിൽ സെക്കൻഡിലോ ഫസ്റ്റിലോ നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യുകയും തേർഡ് അലോട്ട്മെന്റ് നിങ്ങൾ പുതുതായി ഓപ്ഷൻ നൽകി അപേക്ഷിക്കുകയും ചെയ്തിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ പുതിയ കോളേജിനകത്ത് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഇപ്പോൾ ജോയിൻ ചെയ്ത കോളേജിൽ നിന്ന് സർട്ടിഫിക്കറ്റുകളൊക്കെ നിങ്ങൾ ഡോക്യുമെന്റുകളൊക്കെ വാങ്ങി നിങ്ങൾ എന്ത് ചെയ്യണം, പുതിയ കോളേജിൽ ഈ പറയുന്ന ഡേറ്റ് പ്രത്യേകം ഓർമ്മിക്കുക. ഓഗസ്റ്റ് 12 ഉച്ചക്ക് 3 മണി വരെയാണ് ജോയിനിങ് ടൈം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ തേർഡ് അലോട്ട്മെന്റ് വന്നോ എന്നുള്ളത്, കിട്ടിയോ എന്നുള്ളത് നിങ്ങൾക്ക് നോക്കാൻ വേണ്ട സൈറ്റ് നേരത്തെ സെയിം സൈറ്റാണ് cee.kerala.gov.in എന്നുള്ള സൈറ്റിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹോം പേജിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാകും. ഒപ്പം തന്നെ നിങ്ങളുടെ അലോട്ട്മെന്റ് മെമ്മോവും ഡാറ്റ ഷീറ്റും നിങ്ങളുടെ പേഴ്സണൽ ലോഗിനിൽ നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് കോളേജിൽ ചേരാൻ വേണ്ടി പോകുമ്പോൾ ആവശ്യമുള്ള 2 പ്രധാനപ്പെട്ട രേഖകളാണ് അലോട്ട്മെന്റ് മെമ്മോവും ഡാറ്റ ഷീറ്റും. അപ്പോൾ അതിന് പുറമേയുള്ള സർട്ടിഫിക്കറ്റുകൾ എന്തൊക്കെ വേണമെന്നുള്ളത് വിശദമായി നേരത്തെ വീഡിയോ ചെയ്തുകൊണ്ട് അത് വീണ്ടും ആവർത്തിക്കുന്നില്ല. ഒപ്പം തന്നെ മറ്റ് രേഖകൾ, അതുപോലെ തന്നെ ഫീസ്. ഇതുമായിട്ട് ഈ അലോട്ട്മെന്റിൽ പറയുന്ന ഫീസ് നിങ്ങൾ അടക്കേണ്ടത് 12 ഉച്ചക്ക് 2 മണിക്കുള്ളിൽ നിങ്ങൾ ഓൺലൈനായിട്ട് ഫീസ് അടക്കണം. കോളേജിൽ അടക്കേണ്ട ഫീസിന് പുറമെയാണ് പറഞ്ഞത്. കോളേജിൽ അടക്കേണ്ട ഫീസ് നിങ്ങൾ ആ ലഭിച്ചിട്ടുള്ള കോളേജിന്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. നിങ്ങൾക്ക് കോളേജിൽ അടക്കേണ്ട ഫീസും കാര്യങ്ങളെ കുറിച്ചൊക്കെ, നേരത്തെ അടച്ച ഫീസിന് റീഫണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ കോളേജിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ ചേർന്ന കോളേജിലാണ് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ റീഫണ്ടിന്റെ കാര്യങ്ങളൊക്കെ അവിടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന്റെ അവസാനത്തെ അലോട്ട്മെന്റ് ആണ്. അതായത് എൻട്രൻസ് കമ്മീഷൻ നടത്തുന്ന ഏറ്റവും അവസാനത്തെ അലോട്ട്മെന്റ് ആണ് തേർഡ് അലോട്ട്മെന്റ് എന്ന് പറയുന്നത്. ഇനി തേർഡ് അലോട്ട്മെന്റ് കഴിഞ്ഞാലും കുട്ടികൾക്ക് കോളേജിൽ ഒഴിവുള്ള കോളേജുകളിലേക്ക് നിങ്ങൾക്ക് സ്പോട്ട് അഡ്മിഷനിലൂടെ നിങ്ങൾക്ക് ഇതിനെ ശ്രമിക്കാവുന്നതാണ് സീറ്റുകൾക്ക്. അപ്പൊ സ്പോട്ട് അഡ്മിഷന്റെ കാര്യങ്ങളൊക്കെ 13 മുതലാണ് അതിന്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാമത്. അപ്പോൾ ഇപ്പൊ അതിനെക്കുറിച്ച് സർക്കുലർ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ആധികാരികമായിട്ട് നമുക്ക് കാര്യങ്ങൾ പറയാൻ വേണ്ടി കഴിയുക. അല്ലാതെ പറയുന്നതൊക്കെ അത് ഊഹങ്ങൾ വെച്ചിട്ടുള്ളതായിരിക്കും. അപ്പോൾ അതിന്റെ സർക്കുലർ വന്നതിന് ശേഷം വളരെ കൃത്യമായി നമുക്ക് പറയാം. സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറാണ് ഈ നമ്മുടെ സ്പോട്ട് അഡ്മിഷന്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. അത് എൻട്രൻസ് കമ്മീഷണർ അല്ല. അപ്പോൾ അത് പുതിയൊരു സെക്ഷനിലേക്ക് ഇത് മാറുകയാണ്. അപ്പൊ സ്പോട്ട് അഡ്മിഷന്റെ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഒപ്പം തന്നെ ഈ സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷം തേർഡ് അലോട്ട്മെന്റ്, അവസാനത്തെ അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഇപ്പം ലഭിച്ച കോളേജിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ചേരേണ്ടതുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ അവസരം നിങ്ങൾക്ക് നഷ്ടപ്പെടും. സ്പോട്ടിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം, ഇവിടെ ചേർന്നില്ലെങ്കിൽ സ്പോട്ടിൽ പങ്കെടുക്കാം. പക്ഷെ നിങ്ങളുടെ ഒരു അവസരം കയ്യിൽ ഒരു സീറ്റ് വെച്ചതിന് ശേഷമാണ് സ്പോട്ടിന് ശ്രമിക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കുട്ടികൾ ചോദിച്ചിട്ടുള്ളത്, സെക്കൻഡ് അലോട്ട്മെന്റിൽ പല തവണ സെക്കൻഡ് അലോട്ട്മെന്റ് വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെന്റിൽ നിന്ന് തേർഡിലേക്ക് അപേക്ഷ കൊടുക്കാവൂ എന്ന് വളരെ വ്യക്തമായി പറഞ്ഞതാണ്. പക്ഷേ തേർഡ് അലോട്ട്മെന്റ് നിങ്ങൾ കൊടുത്തിട്ട് എനിക്ക് സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടിയ കോളേജ് തന്നെ മതി എന്ന് പറഞ്ഞാൽ പറ്റില്ല. കാരണം നിങ്ങളുടെ സെക്കൻഡ് അലോട്ട്മെന്റ് സീറ്റ് അവിടെ നിങ്ങൾക്ക് അവിടെ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. നിങ്ങൾക്ക് പുതുതായിട്ട്
തേർഡിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങൾ സെക്കൻഡിലുള്ള കോളേജിൽ നിന്ന് നിങ്ങൾ റിലീവ് ചെയ്യേണ്ടതുണ്ട്, നിർബന്ധമായിട്ടും റിലീവ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർമ്മിക്കാൻ. നേരത്തെ പലതവണ ആവർത്തിച്ച് പറഞ്ഞതാണ്. ഓപ്ഷൻ നൽകുമ്പോൾ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെന്റിൽ ആവശ്യമുള്ളവർ മാത്രമേ ഓപ്ഷൻ നൽകാവൂ എന്ന് പറഞ്ഞതാണ്. നിങ്ങൾ കൊടുത്ത ഓപ്ഷൻ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ജോയിൻ ചെയ്യാനുള്ള ടൈം ഒന്നുകൂടി പറയുന്നു. ഓഗസ്റ്റ് 12-ാം തീയതി ഉച്ചയ്ക്ക് 3 മണിക്കുള്ളിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം. 2 മണിക്കുള്ളിൽ അതിന് പറഞ്ഞിട്ടുള്ള ഫീസ് അടച്ച് 3 മണിക്കുള്ളിൽ ജോയിൻ ചെയ്യണം. മാക്സിമം ടൈമാണ് പറഞ്ഞത്. അപ്പം ചിലപ്പോൾ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങേണ്ട ടൈമൊക്കെ ഇതിനകത്ത് തന്നെ നിങ്ങൾ കണ്ടെത്തണം. പഴയ കോളേജിൽ പോയിട്ട് നിങ്ങൾ ഡോക്യുമെന്റുകളൊക്കെ വാങ്ങേണ്ടുന്ന കാര്യങ്ങൾ, കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള കോളേജിന്റെ വെബ്സൈറ്റിൽ കയറി അവിടെയുള്ള കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ആ കോളേജുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. സ്പോട്ട് അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യാം. അതിലൂടെ നമുക്ക് വീണ്ടും കാണാം.